മിസ്റ്റർ മോഹൻലാൽ, ഇത് തീർത്തും മോശമായി പോയി. പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. സംഘപരിവാർ തിട്ടൂരത്തിന് മുന്നിൽ മുട്ടുമടക്കി ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കടയ്ക്കൽ കത്തിവെച്ച സംഭവത്തിൽ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നിലപാട് അടിയറവ് വെച്ചത് തീർത്തും അനുചിതമെന്ന് പറയേണ്ടി വരികയാണ്. എമ്പുരാൻ എന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം അതിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘപരിവാറുകാർ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് വിദ്വേഷം വമിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വന്തം ഇമേജും വരുംകാല സ്റ്റാറ്റസും ചെയ്ത വിഷയത്തിലെ നിലപാടും അടിയറവ് വെച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താങ്കളിട്ട പോസ്റ്റ് വായിക്കാനിടയായി. ആ പോസ്റ്റ് ജനങ്ങൾ കൂടി ഒന്ന് കേൾക്കണം. ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമമുണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേദനയുണ്ടാക്കി എന്നാണ് മോഹൻലാൽ അതിൽ പറഞ്ഞിരിക്കുന്ന വാചകം. ആത്മാർത്ഥമായി ആ വാചകം ശരിയാണോ? ഈ നാട്ടിലെ വർഗീയ ചിന്തയുള്ള ഒരു വിഭാഗക്കാരെ വേദനിപ്പിച്ച ഒരു സംഭവം, അല്ലെങ്കിൽ സംഘപരിവാറുകാരെ വേദനിപ്പിച്ച ഒരു സംഭവം, അത് ഈ നാടിൻ്റെ ഒന്നാകെയുള്ള വേദനയെന്ന് എങ്ങനെയാണ് അങ്ങ് വായിച്ചെടുത്തത്? അവിടെയാണ് അങ്ങയോട് വിയോജിക്കേണ്ടി വരുന്നത്. മോഹൻലാൽ എന്ന മഹാനടൻ കേരളത്തിന് സ്വന്തമാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സ്വന്തമല്ല. ഇന്നലകളിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില രാഷ്ട്രീയത്തിന് വേണ്ടി അവർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അതിന് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ സംഘപരിവാർ ഉടവാളുമേന്തി രംഗത്തിറങ്ങിയപ്പോൾ കേരളത്തിൻ്റെ മറുവിഭാഗത്ത് സിനിമയ്ക്ക് പിന്നിൽ അണിനിരന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അവർക്കിപ്പോൾ ഉണ്ടാകുന്ന വേദനയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെന്ന വ്യക്തിയോടല്ല സംഘപരിവാറിന് താല്പര്യമുണ്ടായിരുന്നത്, മറ്റ് ചിലതൊക്കെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ വാഴ്ത്തിയത്. നിങ്ങൾ ഒരു കലാകാരനാണെന്നും ആ കലാകാരൻ്റെ ഉത്തരവാദിത്വം താൻ നിൽക്കുന്ന മേഖലയിൽ ഏതൊരു കഥാപാത്രത്തെയും ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്. ഈ സിനിമയുടെ കഥ നിങ്ങൾ പരിപൂർണമായി കേട്ടതുമാണ്. അതിനുശേഷമാണ് അതിൽ അഭിനയിച്ചതും. അതിൻ്റെ പ്രിവ്യൂ ഷോയിൽ നിങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴും ഈ വിവാദം ഉണ്ടായിരുന്നില്ല. അപ്പോഴും നിങ്ങൾക്ക് ആ വിഷയത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല. പിന്നീട് സംഘപരിവാറുകാർക്ക് അതൊരു വേദനയായി. അവർ ഇന്നലകളിൽ ചെയ്തൊരു പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങളുടെ സിനിമയിൽ ചരിത്രപരമായ ഒരു സീൻ ഉൾപ്പെടുത്തി എന്ന കാര്യത്താൽ അവർ നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. നിങ്ങളുടെ ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവരെ വളരെ മോശമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾ ഏകപക്ഷീയമായി വന്ന് ഇങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തി അതിൽ നിന്ന് പതിയെ തടിയൂരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? സ്വാഭാവികമായി ഈ നാടിനൊരു സംശയമുണ്ടാകും. സംഘപരിവാർ ഉയർത്തിയ ഈ ഭീഷണിയിൽ നിങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ നിഗൂഢതകളുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ഇഡിയും ഇൻകം ടാക്സും വരുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് മോഹൻലാൽ എന്ന മെഗാസ്റ്റാറിന് ഈ നാട്ടിൽ ഭയപ്പെടാനുള്ളത്? ആ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ തകർക്കാൻ കഴിയാവുന്നതാണോ മലയാളത്തിൻ്റെ സ്വന്തം അഭിമാനമായി മാറിയിട്ടുള്ള മോഹൻലാൽ എന്ന വ്യക്തി? ആ വ്യക്തിയെ സമൂഹത്തിലെ ഒരു വിഭാഗം ആക്രമിക്കാൻ തയ്യാറായപ്പോൾ മറുവിഭാഗത്ത് വലിയൊരു ആൾക്കൂട്ടമാണ് നിങ്ങൾക്ക് പിന്നിൽ അണിനിരന്നത്, നിങ്ങളുടെ സിനിമയെ തകർക്കാതെ ചേർത്ത് പിടിച്ചത്. അവരെയെല്ലാം തള്ളിക്കൊണ്ട് ഒറ്റയടിക്ക് നിങ്ങൾ സംഘപരിവാറിൻ്റെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറാകുകയാണെങ്കിൽ മോഹൻലാൽ എന്ന വ്യക്തിയുടെ നിലപാടും മോഹൻലാലിന് സംഘപരിവാറിനുള്ള വിധേയത്വവും അതായിരിക്കും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അനാവശ്യമായിട്ടുള്ളൊരു ഖേദം. ഈ സിനിമയിൽ ഒരു കഥാപാത്രമായി അഭിനയിക്കുക മാത്രമാണ് താൻ ചെയ്തത്. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വമുണ്ടായിരുന്ന സംവിധായകൻ പോലും അതിനെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. സിനിമയെ സിനിമയായി കാണാൻ പറ്റാത്തവർക്ക്, ചരിത്രത്തെ ചരിത്രമായി കാണാൻ പറ്റാത്തവർക്ക് അത്തരം ചരിത്രങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതിൽ മോഹൻലാൽ ഒരു ഭാഗമായി കഴിഞ്ഞാൽ മോഹൻലാലിനെ വിമർശിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് സംഘപരിവാർ ഈ നാടിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുമ്പോൾ എന്താണ്
മോഹൻലാലിനും സംഘപരിവാറിനുമിടയിൽ ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന തക്ക ഇലമെന്റ് എന്താണെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ പിൻവാങ്ങൽ അതൊരു പേടിച്ചോട്ടമാണ്. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ അവർക്കറിയാവുന്നതുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തി പിൻവലിപ്പിച്ചിരിക്കുകയാണ്. അത് മോഹൻലാൽ എന്ന നടൻ ഒരു മനസ്താപവുമില്ലാതെ കേവലം തന്നെ സ്നേഹിച്ച കുറച്ച് സംഘപരിവാറുകാർക്ക് വേണ്ടി വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഖേദം പറഞ്ഞ് തടിയൂരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ നാട് നൽകിയിരുന്നൊരു വലിയ ആദരവ്, വലിയ ബഹുമാനം, ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ തന്നെ എറിഞ്ഞുടയ്ക്കുകയാണ്. നിങ്ങളാക്കിയത് സംഘപരിവാറുകാരല്ല. ആ ഒരു വാചകം പോലും തെറ്റാണ്. ഈ നാടൊന്നടങ്കമാണ് മോഹൻലാൽ എന്ന വ്യക്തിയെ മോഹൻലാലാക്കി മാറ്റിയത്. അല്ലാതെ ഏതെങ്കിലും സംഘപരിവാറുകാർ മാത്രം നിങ്ങളുടെ സിനിമ കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇതൊരു വലിയ ഹൈപ്പാകില്ല. അവർ ഈ സിനിമയോട് വിയോജിച്ച് മാറി നിൽക്കുമ്പോഴും ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയത് സംഘപരിവാറിൻ്റെ സഹായം കൊണ്ടേ അല്ല. അപ്പോൾ കേരളമെന്നാൽ സംഘപരിവാർ അല്ല. സംഘപരിവാറിൻ്റെ മുന്നിൽ മുട്ടുമടക്കുക എന്നാൽ നിങ്ങൾ കേരളത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്നല്ല അതിൻ്റെ യാഥാർത്ഥ്യം. സ്നേഹിച്ച സംഘപരിവാറുകാർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന ചോദ്യമായിരിക്കും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ.